ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മത്തിമാസ് പള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ടിട്ട് ഒരു വൈകുന്നേരം ഒരു 6:30-7 മണി വരെയുള്ള ഒരു കുഞ്ഞ് എന്തൊക്കെ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ നടക്കണോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടക്കണോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ വഴിക്കുള്ളത് തൊട്ടിട്ട് കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ ഒന്നും ഉണർന്നില്ലെങ്കിലും കുറച്ച് ലേറ്റായിട്ടൊക്കെ ഉണർന്നു കേട്ടോ. പക്ഷെ കണ്ണ് തുറക്കാനേ തോന്നുന്നില്ല, നല്ല ഉറക്കം മതിയാവാത്ത പോലെ. നീ ഉണരണ്ടേ എന്ന് ഉള്ള ഒരു ഇതുകൊണ്ട് മാത്രം ഞാൻ ഉണർന്നത്, അല്ലെങ്കിൽ ഞാൻ നീ കിടന്നേനെ കേട്ടോ. നമുക്ക് പതുക്കെ ഡോറ് തുറന്നിട്ട് പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പൂട്ടൻ ഉണർന്ന് പിന്നാലെ വരും. അപ്പോൾ നമുക്ക് പതുക്കെ അവനെ ഉണർത്താണ്ട് വേണം നമുക്ക് ഇറങ്ങി പോവാൻ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാഴ്ച ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് ഞാൻ എപ്പോഴും 2-3 മിനിറ്റ് നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും രാത്രി അമ്മ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിയ സീഡ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് വേഗം സോഫയിലിരുന്നിട്ട് കുടിക്കാം. അതിങ്ങനെ ടപ്പടപ്പേന്ന് കുടിക്കാൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇരുന്ന് സാവധാനം പതുക്കെ ഞാൻ കുടിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് അതൊക്കെ കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു പേപ്പർ കണ്ടത്. പേപ്പർ ഞാൻ അങ്ങനെ നോക്കാറോ വായിക്കാറോ ഒന്നുമില്ല. ഇതിൽ വല്ല പരസ്യം വന്നാൽ അത് കാണും. അതുമാതിരി നിങ്ങളുടെ ഇന്ന് എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട്, അത് കാണും. പിന്നെ ചരമക്കോളം നോക്കും. പിന്നെ സിനിമ വല്ലതുണ്ടെങ്കിൽ നോക്കുമായിരുന്നു പണ്ട്, ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുറേ ഓഫറൊക്കെ വന്നിട്ടുണ്ട് പല പല സ്ഥലത്തും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ ക്യാമറ ഇങ്ങനെയെന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഊഞ്ഞാലിരുന്ന് ചായ കുടിച്ചുകൊണ്ട് ആടി ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഊഞ്ഞാലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പൊട്ടൻ എണീച്ച് വന്നത്. എപ്പോഴും അതെ, ഞാൻ എണീച്ചൊരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവൻ എങ്ങനെയാണെന്നറിയില്ല അവൻ എണീച്ചിട്ടുണ്ടാവും. ഞാൻ അവിടെ കിടക്കുന്നുണ്ടോ അതേപോലെ അവനും കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം എന്നടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയി. പ്രത്യേകിച്ച് ഒന്നിനുമല്ല, രാവിലെ ഉച്ചയ്ക്ക് ഞാനൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല, എല്ലാം അമ്മ തന്നെ ഉണ്ടാക്കാറ്. ഞാൻ ഉപ്പേരിക്ക് കഷ്ണം നുറുക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനന്ന് അടുക്കളയിൽ പോയി. നോക്കുമ്പോൾ നാളികേരം ചിരകാൻ പറ്റില്ല, മൊത്തത്തിൽ അത് അടർന്നു പോന്നു. അപ്പം ഞാൻ വേഗം എന്ത് പണി കാട്ടിയെന്നറിയോ, അത് കത്തി വെച്ചിട്ട് മുറിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അപ്പൂട്ടനെ കാണാണ്ടത് വേഗം ഉള്ളി അരിഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം എന്തെങ്കിലും അരിയാനെടുത്ത് അപ്പം അവനും ചെയ്യണം. അങ്ങനെ ഭയങ്കര വാശിയും ഇതാണ് അവന് ഭയങ്കര ഇഷ്ടം. നന്നായിട്ട് അരിയൊക്കെ ചെയ്യും കേട്ടോ വെജിറ്റബിൾസൊക്കെ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ആവുള്ളൂ. എനിക്കാണെങ്കിൽ ടപടപ്പട്ടേന്ന് കാര്യങ്ങളെല്ലാം തീർക്കണം. അപ്പോൾ അവൻ കുഞ്ഞിതാക്കി ഇങ്ങനെ ടൈം എടുത്തിട്ടേ ചെയ്യുള്ളൂ. അപ്പോഴേക്കും ഉള്ളി അരിഞ്ഞ് കഴിയുമ്പോഴേക്കും ആശാൻ എത്തിയിട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നാളികേരം പൂളാം എന്ന് വിചാരിച്ചു. ഞങ്ങളെന്താ പറയുക, നാളികേരം പൂളുക എന്നാണോ പറയുക, നാളികേരം പൂണ്ട് എന്താ പറയുക, അരിയാന്നോ എന്ത് വേണമെങ്കിൽ പറയും. എന്തായാലും കഷ്ണമാക്കുക നാളികേരം, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും അത് അവൻ ചെയ്തു കേട്ടോ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പണി തീർത്ത് തന്നു അവൻ. അങ്ങനെ നമുക്ക് ബാക്കി ഉപ്പേരിയൊക്കെ അമ്മ വെച്ചോളും, ജസ്റ്റ് അരിഞ്ഞു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയപ്പവും നമ്മളുടെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് ഗ്രീൻ പീസ്. നല്ല സുഖം, അത് ആരുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ്. അപ്പോൾ നമുക്ക് വേഗം വെള്ളയപ്പവും ഗ്രീൻ പീസും ഉണ്ടാക്കാം. അച്ഛൻ നേരത്തെ കഴിച്ചിട്ട് പോയി. അപ്പം ഞാനും അമ്മയും അപ്പൂട്ടനും മാത്രമാണ് രാവിലെ ഒന്നിച്ച് ഞാൻ പറയണേ ഒന്നിച്ചിരുന്ന് കഴിക്കുക കേട്ടോ. ഉച്ചയ്ക്ക് അച്ഛനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിരുന്നിട്ടാണ് കഴിക്കാം. അപ്പോൾ ഇനി എന്താ പറയുക സ്വാദെന്നറിയാം ഈ ഒരു കൂട്ടാൻ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ള വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഈ അടുക്കളയുടെ വീഡിയോ ഞാൻ പുതിയ അടുക്കള ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു രണ്ട് വീഡിയോന് മുന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. ഈ അടുക്കള കാണിച്ചു തരുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അത് കാണാത്തവർ ഉണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ കഴിക്കുകയാണ് വെള്ളയപ്പവും നമ്മളുടെ ഗ്രീൻ പീസ് കറി. അപ്പം ഞാനും അമ്മയും ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേഗം കുളിക്കാൻ പോവാം. കുളിച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറി വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയല്ലേ കഴിഞ്ഞ വീഡിയോയും ഉണ്ടായതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വീഡിയോയും എടുത്തത് ഒരു ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ. അവെന്തായാലും കുളിച്ചൊക്കെ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ട്. നമ്മുടെ നമ്പൂതിരിമാരുടെ ഇടയിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ആഭരണങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കണ്ടോളൂ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ ഒരു ബുക്ക് നോക്കി പഠിക്കേണ്ടായിരുന്നത്. അപ്പോഴാണ് നകുൽ വർത്തമാനം പറയാൻ വന്നത്. അങ്ങനെ കുറച്ച് നേരം നകുലിനോട് വർത്തമാനം പറഞ്ഞ് നകുലിനെ വേഗം പിടിച്ച് പുറത്താക്കി. എന്നിട്ട് ഞാൻ പിന്നെയും എൻ്റെ ഈ ബുക്കിൽ നമ്പൂതിരിമാരുടെ ചടങ്ങുകളും പിന്നെ കുറേ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സുകളുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങളുള്ള ഒരു ബുക്കാണ് കേട്ടോ അത്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഓരോരോ ഇതായിട്ട് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ അത് ഏതൊക്കെയാണ് വേണ്ടത് എന്നിങ്ങനെ ടിക്ക് ചെയ്ത് നോക്കിയിട്ടും വായിച്ചിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ ഉടുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമില്ലേ, അത് നമ്മളുടെ ജസ്റ്റ് ബാക്ക് സൈഡിലെ വാതിലിൻ്റെ തൊട്ടടുത്തുണ്ട് വന്നിരിക്കുന്നു. എന്തിനാണ് അവ വന്നിരിക്കുന്നത്? അപ്പോൾ അതിവിടെ ഉണ്ട് കേട്ടോ. ആ തെങ്ങിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. ഇതേ കണ്ടോ, ഒരു മുതലേ പോലൊരു സാധനം കണ്ടു. ഇതാണ് ഉടുമ്പ്. ഓടണം കണ്ട. ഈ സാധനം തൊട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറിയില്ല എന്നേ ഉള്ളൂ, തൊട്ടടുത്ത് വരെ വന്നു. ഇനി വെള്ളം കുടിക്കാനാണ് അവ പൈപ്പുണ്ട്. അങ്ങനെ ഞാനും അപ്പോഴത്തേക്കും കുറച്ചേരം ഇരുന്ന് കളിച്ചു. Bro, I am the winner. I think. ഞാൻ തോറ്റു ഗൈസ്. ഇല്ലല്ലോ. ഞാൻ തോറ്റു. അത് കഴിഞ്ഞപ്പോഴേക്കും തോറ്റ ക്ഷീണം മാറാൻ വേണ്ടി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. കൂട്ടാൻ ചോറ്, നാരങ്ങ, പപ്പടം, പിന്നെ കപ്പ വറുത്തത്, പിന്നെ ഉപ്പേരി, പിന്നെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം, പിന്നെ നല്ല തണുത്ത വെള്ളം. ഇതാണ് നമ്മളുടെ ഉച്ചയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചതിന് ശേഷം അമ്മ എഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ വേഗം തേപ്പെടുത്തു. തേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുടയ്ക്കുന്ന സാധനത്തിന് ഞങ്ങൾ തേപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ എന്തായാലും തേപ്പ് എന്നാണ് പറയുക. ഈ സംഭവം എടുത്തിട്ട് നമ്മൾ ഊണുമേശയൊക്കെ തുടച്ച് ആ ഒരു എല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ചു, കബോർഡ്സിലേക്ക് വെക്കേണ്ട അവിടേക്ക് വെച്ചു, എല്ലാം വെച്ച് കസേരയൊക്കെ നേരെയിട്ട് ഒതുക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. കുറച്ച് നേരം മൊബൈലും നോക്കി റീൽസും കണ്ട് കിടക്കാം എന്ന് വിചാരിച്ചു. കർട്ടനൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ അത് വേണ്ട, അങ്ങനെ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ച് ഞാനൊരു 3:45-4 മണി വരെ കിടന്ന് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അപ്പുട്ടിനെ ഒറ്റയ്ക്ക് കളിച്ച് ഭ്രാന്തായിട്ട് അവൻ പുറത്തൊക്കെ ഇറങ്ങി. പുറത്ത് അച്ഛനിങ്ങനെ ഒരു തുണിയിലേ ഇങ്ങനെ ഒരു ബോൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ അടിച്ചടിച്ച് ഒറ്റയ്ക്ക് കളിക്കാമല്ലോ. അപ്പോൾ വേറെ ആളിങ്ങനെ ബോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ശരി പോവാന്ന് പറഞ്ഞു. അപ്പോൾ അത് പോണോ പോണ്ടേ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. അയ്യോ, കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഒരമ്പലം ഇവിടെ അടുത്ത്, ഒരമ്പലം കുറച്ച് ദൂരെ. അപ്പോൾ അവിടേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. ഈ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ, അതിലാണ് പോകുന്നത് കേട്ടോ.
അങ്ങനെ നമ്മൾ ഒരമ്പലത്തിലെത്തി. അവിടെ നമ്മൾ ഉള്ളിലൊന്നും ഷൂട്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ്. അധികം ആൾക്കാരൊന്നുമില്ല, എന്നാൽ വലിയ അമ്പലമാണേനും. അങ്ങനെ കുറച്ച് അത് കൂടെയൊക്കെ നടന്ന് തൊഴലൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സുഖമായിട്ട് തൊഴാൻ പറ്റി. അടിപൊളിയായി. ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല അന്തരീക്ഷം, ഒരു തിരക്കും ഇല്ല, ഒരു എന്താ പറയുക കുഞ്ഞിളം കാറ്റൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത അമ്പലത്തേക്ക് പോവാം. അധികം തൂങ്ങല്ലേ അവിടെ, പോയി അതങ്ങോട്ട് തുറന്നു പോയി അപ്പം കാണാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അമ്പലത്തേക്കും എത്തി. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ വീഡിയോ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെയും കൂടി തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇല്ലത്തേക്ക് പോകും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ്, കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ.